തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട പ്രചരണം ഏകദേശം അവസാന ഘട്ടത്തിലാണ്. നാമനിർദ്ദേശ പത്രിക ഈ മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ അതാത് കേന്ദ്രങ്ങളിൽ സമർപ്പിച്ചു കഴിഞ്ഞു. നമ്മളോട് ഇപ്പോൾ ചേരുന്നത് റാന്നി മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയും 2020 പ്രതിനിധിയും കൂടിയായ തോമസ് കെ ശാമുവലാണ്. എങ്ങനെയാണ് രണ്ടാം ഘട്ട പ്രചരണം അവസാനിച്ച് കഴിയുമ്പോഴത്തേക്കുള്ള വിജയപ്രതീക്ഷ? അതുപോലെ തന്നെ നല്ല പ്രതീക്ഷ തന്നെയാണ്. കാര്യങ്ങൾ ജനങ്ങളൊക്കെ നമ്മളെ നല്ല രീതിയിൽ സ്വീകരിച്ചു. എല്ലാവരുടെയും എല്ലായിടത്തും ഓടിയെത്താൻ പറ്റുന്നില്ലെങ്കിലും മാക്സിമം പരമാവധി ശ്രമിക്കുന്നുണ്ട്. നല്ല രീതിയിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. 2-3 ദിവസമായിട്ട് തോമസ് കെ സ്ഥാനാർത്ഥിയുടെ മുഖമാണ് എല്ലാ മാധ്യമങ്ങളിലും ഒരു പരാമർശവുമായി ബന്ധപ്പെട്ട്. എന്തായിരുന്നു സത്യത്തിൽ അന്നത്തെ സംഭവിച്ചത്? സത്യത്തില് അന്ന് നമ്മുടെ റോഡ് ഷോ, ഞങ്ങളുടെ NDAയുടെ റോഡ് ഷോ നടന്ന സമയത്ത് ഒരു സ്വകാര്യ ചാനലില് ഒരു 5-6 മിനിറ്റ് നീണ്ടിരിക്കുന്ന അവരൊരു സംഭാഷണത്തിൽ നിന്ന് ഒരു കുറച്ച് വാക്ക് മാത്രം ശബരിമലയെ സംബന്ധിച്ചെടുത്തിട്ട് അവരതൊരു വിവാദമായി ചിത്രീകരിച്ചു. അപ്പം നമ്മൾ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. ആദ്യം നമ്മളോട് ചോദിച്ചപ്പോൾ ശബരിമല വിഷയത്തെ പറ്റി, അവിടുത്തെ ശബരിമല സംരക്ഷണത്തെ പറ്റിയൊക്കെ നമ്മൾ ശക്തമായിട്ട് അവരോട് സംസാരിച്ച കാര്യങ്ങളൊന്നും അതിൽ വന്നില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി. ഒരു ബൈറ്റില് അത് നല്ലൊരു ചർച്ചയായി വന്നതെന്ന് പലരും പറഞ്ഞു. നമ്മളോടൊപ്പം ചേരുന്നത് പത്തനംതിട്ട ജില്ലയുടെ മുൻ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന ഭാരവാഹിയും കൂടിയാണ് TJ രാജ്യത്ത്. എങ്ങനെയാണ് നിരവധി സമര പോരാട്ടങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് നാമജപ ഘോഷയാത്രയൊക്കെ ഉള്ളപ്പോൾ ഈ പരാമർശം എങ്ങനെയാണ് നോക്കുകയാണ്? ഭാരതീയ ജനതാ പാർട്ടിക്കും ഞങ്ങൾക്കും ഈ തെരഞ്ഞെടുപ്പിൽ യാതൊരു ആശങ്കയില്ല. കാരണം കേരളത്തിലെ സ്വർണം കട്ടവരാണ് ഇടതുപക്ഷം, അതിന്റെ പ്രതിനിധിയാണ് പ്രമോദ് നാരായണൻ. സ്വർണം വിറ്റവരുടെ പ്രതിനിധിയാണ് പഴകുളം മധു, UDF. അപ്പൊ അതുകൊണ്ട് ശബരിമല വിഷയം ഈ ശബരിമലയുടെ ആസ്ഥാനമായ റാന്നി തെരഞ്ഞെടുപ്പില് വളരെ ശക്തമായ ജനവികാരമായി ആഞ്ഞടിക്കും വരാൻ പോകുന്ന നാളുകളിൽ. ഭാരതീയ ജനതാ പാർട്ടിയും 2020 അതായത് ഈ പ്രാവശ്യത്തെ ഇടത് NDA സഖ്യം വളരെ വ്യാപകമായ രീതിക്കുള്ള പ്രചരണമാണ് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട്, കൊള്ളയായി ബന്ധപ്പെട്ട്, വിശ്വാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ജനങ്ങളിടയിൽ അതിശക്തമായ ആശയപ്രചരണവും കൂടി നടത്തിക്കൊണ്ട് തീർച്ചയായിട്ടും വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി ഭാരതീയ NDAയുടെ സ്ഥാനാർത്ഥി 2020 സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീ തോമസ് കെ ശാമുവൽ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. കാരണം അദ്ദേഹം ഈ റാന്നിയുടെ മകനാണ്. റാന്നിയുടെ മണ്ണിൽ കളിച്ചു വളർന്ന് ഈ റാന്നിയുടെ ഓരോ ഹൃദയത്തുടിപ്പും അറിയുന്ന വ്യക്തിയാണ്. ഇവിടുത്തെ വികസന മുരടിപ്പ് എന്തൊക്കെയാണെന്നും വികസനത്തിന്റെ അനന്ത സാധ്യതകൾ എന്താണെന്നും വളരെ കൃത്യമായി അറിയാവുന്നതും, അതിനനുസരിച്ച് അദ്ദേഹം ജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ റാന്നിയുടെ മുഖച്ഛായ മാറ്റുവാനും റാന്നിയിൽ നല്ല വികസന പ്രവർത്തനങ്ങൾ എത്തിക്കുവാനും അതുവഴി നല്ല ജനങ്ങൾക്ക് പങ്കാളിത്തമുള്ള, അതേപോലെ യുവാക്കന്മാർക്കും യുവതികൾക്കും തൊഴിൽ ലഭ്യമാകുന്ന ഒട്ടനവധി പദ്ധതികൾ, പരിപാടികൾ, അതേപോലെ റബ്ബർ പാർക്ക് അടക്കമുള്ളത്, ഒരു പക്ഷേ ഈ റാന്നി ഒരു റെയിൽവേ സ്റ്റേഷനായി മാറുന്ന തരത്തിലുള്ള ഒരുപാട് പദ്ധതികൾ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് ഈ നാട്ടിൽ കൊണ്ടുവരാൻ, റെയിൽവേയും ലൈൻ അടക്കം ഈ റാന്നിയുടെ തിരുമാറിൽ കൂടെ പോകാൻ പര്യാപ്തമായ നിലയുള്ള കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും പര്യാപ്തനായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് ഞങ്ങൾ ഈ പ്രാവശ്യം നിർത്തിയിരിക്കുന്ന ഈ റാന്നിയുടെ മണ്ണിന്റെ മകനായിട്ടുള്ള ശ്രീ തോമസ് കെ ശാമുവൽ. അദ്ദേഹത്തിന് തീർച്ചയായും വിജയിക്കാൻ കഴിയും എന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് BJP. എങ്ങനെയുണ്ട് ഷൈനെ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിൽ 2 ആഴ്ച മുന്നോട്ട് പോകും? പ്രചരണത്തില് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം NDA വളരെ ശക്തമായ രീതിയിലാണ് റാന്നിയിലെ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. റാന്നിയെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട വിഷയം ശബരിമലയും അതുപോലെ തന്നെ റാന്നിയിലെ വികസന മുരടിപ്പുമാണ്. ഏതാണ്ട് കഴിഞ്ഞ 30 വർഷക്കാലമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുക്കുന്ന MLA-മാരാണ് റാന്നിയെ പ്രതികരിക്കുന്നത്. പക്ഷേ കേരളത്തിലെ മറ്റു മണ്ഡലങ്ങളെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വികസന മുരടിപ്പുള്ള ഒരു സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ അത് റാന്നിയാണ്. അത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ ശബരിമലയെ പറ്റി സൂചിപ്പിച്ചു. ശബരിമല റാന്നിയെ സംബന്ധിച്ച് ശബരിമല ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല എന്ന് പറയുന്നത്. ശബരിമല വിശ്വാസം സംരക്ഷിക്കുക എന്ന് പറയുന്നത് BJPയുടെയും അതുപോലെ തന്നെ BJP നേതൃത്വ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. അതുമായി ബന്ധപ്പെട്ട് തന്നെ ഞങ്ങൾ ശക്തമായി മുമ്പോട്ട് കൊണ്ടുപോകും. ഇനിയും ഇത്തരത്തിലുള്ള വിശ്വാസത്തിനെതിരായിട്ടുള്ള ഒരു കാര്യങ്ങളും റാന്നിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. സ്ഥാനാർത്ഥി കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് ഒരു ആരോപണം ഉന്നയിച്ചിരുന്നത് BJPയും CPM-ഉമായിട്ടുള്ള ഒരു ഡീല്. സത്യത്തിൽ അങ്ങനെ ഒരു ഡീലുണ്ടോ? അങ്ങനെ ഒരു ഡീലിനെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമാണ്. ഇത്രയേറെ കൊള്ളകള് നടത്തി ശബരിമലയെ നശിപ്പിക്കുവാൻ വേണ്ടി, വിശ്വാസത്തെ നശിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന ഇരു മുന്നണികൾക്ക്, അത് LDF ആണെങ്കിലും ശരി UDF ആണെങ്കിലും ശരി, അവർക്കെതിരെ
ഈ ജനങ്ങൾ, റാന്നിയിലെ ജനങ്ങൾ സ്വർണം കട്ടവർക്കെതിരെയുള്ള വിധി ഇവിടെ റാന്നിയുടെ മണ്ണിൽ പറഞ്ഞിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതൊക്കെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പലർക്കും അവരുടെ രീതികളിൽ പറയാൻ ഉള്ള സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് അവർ പറഞ്ഞായിരിക്കാം. ഓക്കെ, ഇനിയിപ്പോ പരിമിതമായിട്ടുള്ള സമയം മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോ അടുത്ത ദിവസങ്ങളിൽ എന്തൊക്കെയാണ് വോട്ടർമാരെ കണ്ട് നേരിട്ടും അല്ലാതെയൊക്കെയുള്ള വോട്ട് അഭ്യർത്ഥിക്കുന്നത്? പ്രത്യേകിച്ച് വിദേശ മലയാളികൾ ഏറെയുള്ള ഒരു മണ്ഡലം കൂടി. അതെ, വിദേശ മലയാളികളുടെ വിഷയം വളരെ സങ്കീർണമാണ്. അവരെ പറ്റി പഠിക്കുവാനോ അവരുടെ കാര്യത്തിനൊക്കെ ഒരു സംവിധാനം ചെയ്യുവാനോ ഒന്നും ഇവിടെ ഒരു മുന്നണിക്കും കഴിഞ്ഞിട്ടില്ല. വിദേശ മലയാളികൾക്ക് വേണ്ടി ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പല പദ്ധതികളുണ്ട്. അതും ആസൂത്രണം ചെയ്യുന്നുണ്ട്. അത് എല്ലാവരും ഇരു കൈകളും നീട്ടി സ്വീകരിക്കുന്നുണ്ട്. വിദേശ മലയാളികളെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു ഭരണം, ഒരു സംവിധാനമായിരിക്കും ഞങ്ങള് NDAയും 2020യും റാന്നിയിൽ ആലോചിക്കുന്നത്. ഇന്ത്യയുടെയും 2020യുടെയും നേതാക്കളൊക്കെ സമീപ ദിവസങ്ങളിൽ ഇവിടെ പ്രചരണത്തിന് എത്തുമോ? തീർച്ചയായിട്ടും നാളെ കൺവെൻഷൻ നടക്കുന്നുണ്ട്. NDAയുടെയും 2020യുടെയും സന്നദ്ധ നേതാക്കൾ നാളെ എത്തും. വളരെ നല്ല രീതിയിലുള്ള പ്രചാരണ പദ്ധതികൾ ഇനിയും വീണ്ടും നടന്നുകൊണ്ടിരിക്കും. തികച്ചും ആത്മവിശ്വാസത്തിലാണ് റാന്നിയിലെ NDA സ്ഥാനാർത്ഥി തോമസ് കെ ശാമുവൽ. കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറ പേഴ്സൺ പ്രദീപ് അങ്ങാടിക്കൽ, പ്രസാദ് MJ, റാന്നി.